ഇന്നേ നമുക്കൊരു ചെറിയ സ്റ്റോറി തൊട്ട് തുടങ്ങാം. പ്ലാറ്റിനം എന്ന് പറഞ്ഞത് കേട്ടിട്ടില്ലേ? പ്ലാറ്റിനം വേൾഡിലെ തന്നെ മോസ്റ്റ് എക്സ്പെൻസീവ് ആയിട്ടുള്ളൊരു മെറ്റലാണ്. അതൊരു ഓർണമെന്റ് പർപ്പസിനായിട്ടുള്ളൊരു മെറ്റലാണ്, ലക്ഷറി മെറ്റലാണ്. ഓക്കെ, ഈ പ്ലാറ്റിനം ഉണ്ടാവുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ എല്ലാ മെറ്റൽസും, ഓൾമോസ്റ്റ് ഒരുവിധ എല്ലാ മെറ്റൽസും കിട്ടുന്നത് മുഴുവൻ നമ്മുടെ ഭൂമിയിൽ നിന്ന്, ഭൂമിയുടെ ലാവകളും പാറകളിലുള്ളിൽ നിന്നാണ് ഇത് സംസ്കരിച്ചെടുക്കുന്നത്. ഓക്കെ, അപ്പോൾ പ്ലാറ്റിനം അങ്ങനെ തന്നെ. അത് ഒരു വലിയ ടൺ കണക്കിന് പാറകൾ പൊട്ടിച്ചെടുത്ത, ലാവ പൊട്ടിത്തെറിച്ചുണ്ടാവുന്ന പാറകൾ എടുത്ത് അതിൽ നിന്ന് മൈന്യൂട്ടായിട്ട് ഓരോ വർക്ക് ചെയ്ത് എടുക്കുന്നതാണ് ചെറിയൊരു അംശം കിട്ടുള്ളൂ. അതായത് ഇപ്പോൾ ഒരു 10 ടൺ പാറ എടുത്തു കഴിഞ്ഞാൽ അതിന് ചിലപ്പോൾ ഒരു 1 ഗ്രാം പോലും തികച്ച് കിട്ടില്ല. പ്ലാറ്റിനം ആയാലും ഡയമണ്ട്സ് ആയാലും. ഗോൾഡ് പിന്നെ ഓട്ടോമാറ്റിക്കലി മീൻസ് അത് കുറച്ചും കൂടി അതിൻ്റെ ലഭ്യത കൂടുതലാണ്. എന്നാൽ ഈ പ്ലാറ്റിനും ഡയമണ്ടും അങ്ങനത്തെ റയർ ആയിട്ടുള്ള മെറ്റൽസ് വളരെ അപൂർവമായിട്ടേ കിട്ടുന്നുള്ളൂ. സോ അതുകൊണ്ട് തന്നെ അതിൻ്റെ റയർസിറ്റി കൊണ്ട് തന്നെയാണ് അതിൻ്റെ വില ഇത്ര കൂടുന്നതിൻ്റെ കാരണം. പ്രത്യേകിച്ച് പ്ലാറ്റിനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും ഹാർഡായിട്ടുള്ള ഒരു മെറ്റലാണ്. പ്ലാറ്റിനം എന്ന് പറഞ്ഞ മെറ്റലിൻ്റെ അതിൻ്റെ ഉള്ളിലുള്ള കണ്ടന്റ്, ഇപ്പം നമ്മളെല്ലാം ആറ്റം കൊണ്ടാണ് ഉണ്ടാക്കുക എന്ന് പറയുന്നല്ലോ. ഏത് മനുഷ്യ ശരീരം പോലും ആറ്റം കൊണ്ടാണ് ഉണ്ടാവുന്നത്. അപ്പോൾ ഈ പ്ലാറ്റിനത്തിൻ്റെ ആറ്റോമിക് അതിൻ്റെ ഒരു കണ്ടന്റ് എന്ന് പറഞ്ഞാൽ 95% ഞാൻ ജസ്റ്റ് എക്സാമ്പിൾ പറയാം. നമ്മൾ ഗോൾഡ് ആണെങ്കിൽ 916% പറയുമല്ലോ, 24 ക്യാരറ്റ്, അത് തങ്കത്തിന്റെ കണ്ടന്റ് ഗോൾഡിൽ 916 ഉണ്ടാവുക. എന്നാൽ പ്ലാറ്റിനത്തിന് 95% അതിന്റെ കണ്ടന്റ് അതിൽ മിക്സ്ഡ് ആണെന്ന് പറയുന്നത്. ഓക്കെ, പിന്നെ അതുമല്ല പ്ലാറ്റിനം തേയ്മാനം കുറയും, ഡിപ്രിസിയേഷൻ. നമ്മൾ യൂസ് ചെയ്യുമ്പോൾ എവിടെയെങ്കിലും തട്ടുക, ഒരയുക അങ്ങനെയുണ്ടെങ്കിൽ തന്നെ പ്ലാറ്റിനത്തിന്റെ തേയ്മാനം വളരെ കുറയും. പിന്നെ അതുമല്ല പ്ലാറ്റിനം നമുക്ക് എത്ര നാൾ ഉപയോഗിച്ചാലും അതിന്റെ കളർ, ആക്ച്വൽ കളറായിരുന്നു പോകുന്നില്ല. ഇപ്പോൾ വൈറ്റ് ഗോൾഡ് ആണെങ്കിൽ തന്നെ, ഗോൾഡ് ആണെങ്കിൽ തന്നെ കുറേ യൂസ് ചെയ്യുമ്പോൾ അതിന്റെ ആ ഒരു പോളിഷ് പോയിട്ട് വീണ്ടും നമ്മൾ പോളിഷ് ചെയ്യേണ്ട ആവശ്യകത വരുന്നുണ്ട്. എന്നാൽ പ്ലാറ്റിനത്തിന്റെ ആവശ്യം അങ്ങനെ വരുന്നില്ല. പ്ലാറ്റിനം ഏത് കളറിലാണോ നമുക്ക് കിട്ടുന്നത് ആ ഒരു കളറിൽ തന്നെ അത് നിൽക്കും. മീൻസ് ചെറിയൊരു ഡള്ളാവും എന്നല്ലാതെ അതിന്റെ കളറിന് ഒരിക്കലും ചേഞ്ചസ് വരുന്നില്ല. ഓക്കെ, എനിക്ക് തോന്നുന്നൊരു 60-70% ആൾക്കാർ മുഴുവൻ കല്യാണ പാർട്ടികളിൽ ഇപ്പോൾ പ്ലാറ്റിനം വെഡിങ് ബാൻഡ്സ് ആയിട്ട് ചോദിക്കുന്നുണ്ട്. ഓക്കെ, അപ്പൊ അവർ ചെയ്യുന്നത് വെച്ചാൽ ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് എന്ന് പറഞ്ഞാൽ ഉള്ളിൽ പേരെഴുതും, ഡേറ്റും എഴുതും. ഓക്കെ, രണ്ടുപേർക്കും ഒരേ പാറ്റേണിൽ തന്നെ അവർ എടുക്കുന്നുണ്ട്. അപ്പൊ എന്താ വെച്ചാൽ അവർക്ക് കപ്പിളായിട്ട് എവിടേക്ക്, അപ്പൊ പിന്നെ അതിലൊരു വേറെ ഡിസൈനിന്റെ ആവശ്യങ്ങളൊന്നുമില്ല. ജസ്റ്റ് ഒരു പ്ലെയിൻ റിങ് അതിൻ്റെ ഉള്ളിൽ ചിലപ്പോൾ ഡയമണ്ട് വെച്ചിട്ടുണ്ടായിരിക്കും, അതെല്ലാം അതിൻ്റെ ഉള്ളിൽ പേര് ചെയ്തിട്ടുണ്ടായിരിക്കും. അപ്പോൾ ഇനി പറഞ്ഞു വരുന്നത് അങ്ങനത്തെ കളക്ഷൻസ് ഒക്കെ വെച്ചിട്ടുള്ള നമ്മുടെ ലിയോസ് ഗോൾഡൻ ഡയമണ്ട്സിലെ പ്ലാറ്റിനം റിങ്സിന്റെ കാര്യങ്ങളാണ് പറഞ്ഞത്. അപ്പൊ ഒരു കഥയാണ് ഞാൻ ജസ്റ്റ് പറഞ്ഞ കഥയല്ല, അത് ആക്ച്വലി യാഥാർത്ഥ്യമാണ്. അപ്പൊ അങ്ങനെ വന്നിട്ടുള്ള പ്ലാറ്റിനാണ് ഇത്. അപ്പൊ നമ്മൾ ആലോചിക്കും, ഇപ്പൊ ഗോൾഡ് ആയാലും ഡയമണ്ട്സ് ആയാലും പ്ലാറ്റിനം ആയാലും നമ്മൾ യൂസ് ചെയ്യുമ്പോൾ നമ്മൾ അതിന്റെ ബാക്ക് വശം ഒന്നും ചിന്തിക്കുന്നില്ല. അപ്പൊ കുറേ അധികം പ്രോസസ്സിങ്ങും കുറേ അധികം കഥകളുള്ളൊരു ആഭരണങ്ങളാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. എത്ര കോടിക്കണക്കിന് വർഷങ്ങൾ നമ്മുടെ ഭൂമിയിൽ കടന്നിട്ടാണ് ഈ പ്ലാറ്റിനും ഗോൾഡും ഡയമണ്ട്സ് ഒക്കെ ഉണ്ടാവുമെന്ന് അറിയും. അപ്പൊ അത്രയും പ്രഷ്യസ് ആയിട്ടുള്ള മെറ്റൽസ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പൊ പ്ലാറ്റിനം റിങ്സ് നമ്മുടെ ഷോപ്പിൽ അവൈലബിൾ ആയിട്ടുണ്ട്. അപ്പൊ അതിന്റെ വെയിറ്റ് ഒരു 3-4-5 ഗ്രാംസ് ഒക്കെയാണ് വരുന്നത്. അപ്പൊ അതിന്റെ ഓരോ പാറ്റേൺസ് ആണ് ഈ കാണുന്നത്. ഇതിൽ ഡയമണ്ട്സ് വെച്ചിട്ടുണ്ട്, 3 ഡയമണ്ട് വെച്ചിട്ടുണ്ട്, സിംഗിൾ സ്റ്റോൺ വെച്ചിട്ടുണ്ട്, ഡയമണ്ട് ഇല്ലാതെ വരുന്നുണ്ട്, 18 ക്യാരറ്റ്, അതായത് റോസ് ഗോൾഡ് പ്ലസ് പ്ലാറ്റിനം രണ്ടും കൂടി മിക്സ് ചെയ്ത് വരുന്ന മോഡൽസ് ഉണ്ട്. അപ്പൊ അങ്ങനെ ഇത് പിന്നെ ലേഡീസിന്റെ മാത്രമായിട്ടുള്ള ഫാൻസി ടൈപ്പിലുള്ള റിങ്സ് ഉണ്ട്. സോ അത്രയധികം നമ്മൾ പ്ലാറ്റിനം റിങ്സ് വെച്ചിട്ടുണ്ട്. പല ഷോപ്പിലും പ്ലാറ്റിനം അധികം അവർ പ്രിഫർ ചെയ്യില്ല, കാരണം അവർക്ക് സെയിൽ കുറവാണ്, പിന്നെ റിക്വയർമെന്റ് കുറവാന്ന് പറഞ്ഞിട്ട്. നമ്മളിത് ആദ്യം മുതൽ റിക്വയർമെന്റ് കുറവായ സമയത്ത് നമ്മൾ വെച്ചിരുന്നു. തൃശ്ശൂർ മാർക്കറ്റിൽ ഇത്രയധികം പ്ലാറ്റിനം റിങ്സ് വെച്ചിട്ടുള്ള വേറെ ഷോപ്പില്ല തന്നെ പറയാം. കാരണം എനിക്കത് അനുഭവമുണ്ട്. കാരണം ഈ ഷോപ്പ് തുടങ്ങിയ കാലത്തോട്ട് ഞാൻ ഉള്ളതുകൊണ്ട് പ്ലാറ്റിനത്തിന്റെ റിക്വയർമെന്റ് ഇവിടെ വന്ന് അന്വേഷിക്കുമ്പോൾ ഒരാളും വിഷമിച്ച് പോയിട്ടില്ല, അവർക്ക് എടുക്കാൻ പറ്റുന്നുണ്ട്. ഓക്കെ, സോ നമ്മുടെ ഷോപ്പിലും പ്ലാറ്റിനം അവൈലബിൾ ആണ്. നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് എന്തെങ്കിലും ഡൗട്ട്സുകളോ അല്ലെങ്കിൽ പ്ലാറ്റിനം നിങ്ങൾക്ക് ഓൺലൈനിൽ വാങ്ങണമെന്നുണ്ടെങ്കിലോ അല്ലെങ്കിൽ എനി ഡൗട്ട്സ് എന്തെങ്കിലും നമ്മുടെ താഴെ കാണുന്ന നമ്പറിൽ വിളിച്ചു നിങ്ങൾക്ക് അറിയാവുന്നതാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ഷോപ്പിലേക്ക് വരുന്ന വഴി ഞാൻ ജസ്റ്റ് പറഞ്ഞുതരാം. പുത്തമ്പള്ളിക്ക് ബാക്ക് വശം പള്ളിക്കുളം റോഡിൽ കാൽഡിയൻ സെന്ററിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ്. അപ്പോൾ ഓക്കെ, ഷോപ്പിൽ വെച്ച് കാണാം. ബൈ.